എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? ഗാർഹിക ചിലവ് രണ്ടിരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. തൊഴിലില്ലായ്മ അതിശക്തമായി ഇവിടെ ഒരു പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കാർഷിക സമരത്തിൽ ഒരു ദിവസത്തിൽ 30-ലധികം വരുന്ന കർഷകന്മാരാണ് ഇന്ത്യ രാജ്യത്ത് മരിച്ചു വീഴുന്നത്. വിലക്കയറ്റം രൂക്ഷമായി നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ അതിന് പിന്നിലുള്ള, അതിനെ മറികടക്കാനുള്ള മറ ഇസ്ലാമോഫോബിയയാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് കേരള സ്റ്റോറി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, അത്തരമൊരു വിഷം വമിക്കുന്ന തോന്നിവാസം ഇന്ത്യയിലെ പാവം മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട കേരളമല്ല, തമിഴ്നാടല്ല, കർണാടകയല്ല, മറിച്ച് ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇത് പ്രദർശിപ്പിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ച് ഇതാ മുസ്ലിമീങ്ങളെ പേടിക്കേണ്ടവരാണ്. കേരളം എന്നൊരു നാടുണ്ട്, അവിടെയുള്ള മുസ്ലിമീങ്ങൾ അപകടകാരികളാണ് എന്ന് ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യരെ പേടിപ്പിക്കുന്ന രൂപത്തിലേക്ക് അജണ്ടകൾ ചില ആളുകൾ ചിത്രീകരിക്കുമ്പോൾ ഈ വെറുപ്പ് നിറയ്ക്കുന്നവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ജയിച്ചു വരാൻ ഒന്നുമില്ലാത്തവന്റെ അവസാനത്തെ ആയുധമാണ് ഇസ്ലാമോഫോബിയ. ഈ വെറുപ്പിനെതിരെ നാം നിലപാട് സ്വീകരിക്കണം. ഈ വെറുപ്പിനെതിരെ ശക്തമായി സംസാരിക്കാൻ യുവാക്കളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ചിലർ ചോദിക്കും, 10 കൊല്ലമായില്ലേ, ഇനി എന്തു പ്രതീക്ഷ? 10 കൊല്ലം കഴിഞ്ഞില്ലേ, ഇനി എന്തു പ്രതീക്ഷയാണുള്ളത്? ശരി, ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് വരൂ. ഉപ്പു സത്യാഗ്രഹം കഴിഞ്ഞു, തൊട്ടടുത്ത ദിവസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ? വാഗൺ ട്രാജഡി കഴിഞ്ഞു, തൊട്ടടുത്ത ദിവസം ബ്രിട്ടീഷുകാർ ഇതാ നിങ്ങൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് സ്വർണത്തിന്റെ തളികയിലാക്കി ഈ സ്വാതന്ത്ര്യം നമ്മുടെ കൈകളിൽ നൽകിയോ? ഇല്ല. 100 വർഷത്തിന്റെ പോരാട്ടമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രമെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോഴേക്കും കാല് നമുക്ക് തളർന്നു പോവുകയാണോ? പ്രതീക്ഷ നഷ്ടപ്പെടുകയാണോ? ചരിത്രം, പ്രിയമുള്ളവരെ, തലയിണയുടെ അടിയിൽ വെച്ച് വിശ്രമിക്കാനുള്ളതല്ല. ചരിത്രം പഠിക്കുക, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരാളുടെ മുന്നിലും തലകുനിക്കാതെ ഉറച്ചു നിൽക്കാൻ, നിലപാടുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ വായു ശ്വസിച്ച് അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച് ഈ ഭൂമിയിൽ ഒരു മഖ്ലൂക്കിനെയും പേടിക്കാതെ ഇസ്സത്തുള്ള മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, അരാഷ്ട്രീയവാദമല്ല നമുക്കുള്ളത്. ഇന്ത്യൻ മുസൽമാൻ മറന്നുപോകാൻ പാടില്ലാത്ത ഒരു നാമമുണ്ട്. മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന ധീരദേശാഭിമാനിയുടെ നാമം. ഇന്ത്യൻ മുസൽമാന് ആ നാമം മറക്കാൻ കഴിയുകയില്ല. 1931 ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 80 രാജ്യങ്ങൾ ഭരിക്കുന്ന ജോർജ് ചക്രവർത്തിയുടെ മുന്നിലേക്ക് ആരെ പറഞ്ഞയക്കണമെന്ന് വട്ടമേശ സമ്മേളനത്തിലേക്ക് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ ആര് പോകണമെന്ന് ഗാന്ധിജിയോട് ചോദിക്കുമ്പോ ഗാന്ധിയുടെ മറുപടി, മൗലാന പോകട്ടെ, മൗലാന പോകട്ടെ. ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന ഒരു ധീരദേശാഭിമാനിയുടെ യാത്രയുണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ. നിങ്ങൾക്കറിയുമോ, പോകുന്ന സമയത്ത് മുംബൈയിൽ വെച്ചുകൊണ്ട് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, മൗലാന എന്താണ് നിങ്ങളുടെ മാനിഫെസ്റ്റോ? എന്താണ് നിങ്ങൾക്ക് അവരുടെ മുന്നിൽ വെക്കാനുള്ള പ്രകടന പത്രിക? മൗലാന മുഹമ്മദ് അലി ജൗഹർ തന്റെ ജുബ്ബയിൽ നിന്ന് ഖുർആൻ എടുത്തുയർത്തി കാണിച്ച് അദ്ദേഹം പറയുന്നു, ഇറ്റ്സ് മൈ മാനിഫെസ്റ്റോ. ഇതാണ് എന്റെ മാനിഫെസ്റ്റോ, ഇത് മാത്രമാണ് എന്റെ മാനിഫെസ്റ്റോ. അവിടെ സംസാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ, മിസ്റ്റർ മൗലാന, നിങ്ങൾക്ക് 5 മിനിറ്റ് സമയമാണ് നൽകുന്നത് എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി, 32 കോടി ജനതയുടെ പ്രതിനിധിയായിക്കൊണ്ടാണ് ഞാൻ ഈ രാജ്യത്തേക്ക് വന്നിരിക്കുന്നത്. 1 കോടി ജനതക്ക് 1 മിനിറ്റ് വച്ച് 32 മിനിറ്റ് എനിക്ക് സംസാരിക്കണം. സംസാരത്തിന്റെ മധ്യത്തിൽ മൈ ബിലോവഡ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രവാചകൻ എന്ന് പറയുമ്പോ ജോർജ് അഞ്ചാമൻ പറയുന്നു, നിങ്ങൾ ആ പേര് ഇവിടെ പറയരുത്, ആ നാമം ഇവിടെ പറയരുത്, സംസാരം നിർത്തോ. അതുവരെ ഹോണറബിൾ ജോർജ്
എന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ജൗഹർ, സൗമ്യമായി സംസാരിച്ച മൗലാന തന്റെ സംസാരം നിർത്തി പ്രസംഗപീഠത്തിലടിച്ച്, മിസ്റ്റർ ജോർജ്, നിങ്ങൾ ചോദിക്കുന്നത് എന്റെ മതമാണെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഐ ആം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ്. നിങ്ങൾ ചോദിക്കുന്നത് എന്റെ രാജ്യത്തെ കുറിച്ചാണെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഇതാണ് നമ്മുടെ നേതൃത്വം. പ്രിയമുള്ളവരെ, ആ നേതൃത്വം നേടിയെടുത്ത ഈ രാജ്യം ഏതെങ്കിലും വർഗീയ ശക്തികൾക്ക് തീരെഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വെറുപ്പ് പരത്തുന്നവർക്കെതിരെ നിലപാടെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.